ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സോയാ ചങ്ക്സ് തോരനാണ്. ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പ് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം 2 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഇവയും നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി ചേർത്ത് 1/4 ടീസ്പൂൺ പെരുംജീരകവും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി അത് ചതക്കണം. നന്നായിട്ട് ചതച്ചിട്ട് അതും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കണം. സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്കൊരു വേവിച്ചെടുക്കാം. വേവിച്ച് പകുതി മുക്കാൽ വേവാകുമ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങായും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇടേണ്ട ആവശ്യമുണ്ട്. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തോരൻ പരുവത്തിൽ എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. സോയാ ചങ്ക്സ് സാധാരണ കറിയായിട്ടോ ഫ്രൈ ആയിട്ടൊക്കെയാണ്. തോരനും നല്ല ടേസ്റ്റാണ്. അറിയാൻ വയ്യാത്തവർക്കുള്ളതാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.